ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുവരെ മോള് വ്രതം അനുഷ്ഠിച്ച രീതിയും പരിപാലിച്ച ശുദ്ധിയിലും ഒക്കെ നാഗദൈവങ്ങൾ പരിപൂർണ സംതൃപ്തരാണ്. ഇനി സർപ്പബലി കൂടി ഭംഗിയായിട്ട് കഴിഞ്ഞു കിട്ടിയാ ഏറ്റവും ഉത്തമമായിരിക്കും. അതിനുവേണ്ടി മോള് പ്രാർത്ഥിക്കണം. ഈ സർപ്പബലി അവസാനിക്കുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവും മുത്തശ്ശി. എന്റെ മോക്ക് ഒന്നും സംഭവിക്കില്ല. മുത്തശ്ശി അങ്ങനെ പറയുമ്പോ ആശ്വസിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ സർപ്പബലിക്ക് എത്തുന്ന നാഗങ്ങള് കനിഞ്ഞില്ലെങ്കിൽ മോളെ അരുത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ നിനക്കുണ്ട്. നവീന്റെ, അവന്റെ അമ്മയുടെ, ഈ മുത്തശ്ശിയുടെ. ഈ കുടുംബത്തിൽ നല്ല മനസ്സോടെ ചിന്തിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന നിനക്കുണ്ട്. അതിനൊക്കെ മുകളിലെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പെറ്റമ്മയുടെ ആ പ്രാർത്ഥനകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരിക്കലും എന്റെ മോൾക്കൊന്നും വരുത്തില്ല. അഥവാ സർപ്പബലിക്കിടയില് എനിക്ക് എന്തേലും പറ്റിപ്പോയാ മുത്തശ്ശി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? എന്താ? എന്റെ അമ്മയെ കൈവിടരുത്. ഞാൻ ഇല്ലാതായാല് ഈ വലിയ ലോകത്ത് അമ്മ തനിച്ചായി പോവും. അമ്മയെ ആശ്വസിപ്പിക്കണം, കൂടെ ചേർത്ത് നിർത്തണം. എന്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. ആർക്കും ഒന്നും സംഭവിക്കില്ല മോളെ. കളങ്കമില്ലാത്ത ഭക്തി ഇന്നുവരെ തോറ്റിട്ടില്ല. അതിനു മുമ്പിൽ കണ്ണു തുറക്കാത്ത ദൈവങ്ങളില്ല. മുത്തശ്ശിയുടെ ജീവിതത്തിലെ ഇന്നോളം നിന്നേക്കാൾ ഭക്തിയുള്ള ഒരാളെയും മുത്തശ്ശി ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ കൈവിടാൻ ദൈവത്തിനാവില്ല ഒരിക്കലും. കളരിക്കൽ തറവാടിന്റെ ശാപം തീർക്കാൻ ദൈവം അയച്ച പെൺകുട്ടിയെ നീ. നിന്നെ കാത്തുരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരുടെ ജീവിതവും പിന്നെ മരണത്തിന് തുല്യവാ.